ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേറ്റർ എൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ട് September 9 ആണ്. നമ്മൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ്സസ് വരുന്നത്. നമ്മൾ മൊഡ്യൂൾ 4 എത്തിയിട്ടുണ്ട്. അപ്പോൾ മൊഡ്യൂൾ 4 നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ വരുന്ന നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തു, വർക്കിംഗ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സിലബസിൽ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ സ്റ്റഡി ഓഫ് PHTS PV ഡയഗ്രാം എന്ന് പറഞ്ഞൊരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൻ്റെ PH ഡയഗ്രാമും അതുപോലെ തന്നെ TS ഡയഗ്രാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ. ഇപ്പോൾ ജസ്റ്റ് ഒരു വർക്കിംഗ് ഞാൻ ജസ്റ്റ് പറയാം. നമ്മൾ ഓൾറെഡി ഈ ഒരു ഫിഗർ വെച്ച് നമുക്ക് ജസ്റ്റ് ഒരു വർക്കിംഗ് ജസ്റ്റ് റഫായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. കംപ്രസറുണ്ട്, കണ്ടൻസർ, അതുപോലെ തന്നെ എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? കംപ്രസറിൻ്റെ ഇൻലെറ്റ്, മറ്റേ ഇൻലെറ്റ് ഓഫ് ദി കംപ്രസറിൻ്റെ ഇൻലെറ്റിലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റെഫ്രിജറൻ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഇവിടെ വരുന്നത് ലോ പ്രഷർ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണല്ലേ, ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ. ഇവിടെ റെഫ്രിജറൻ്റ് എന്ന് പറയുമ്പോൾ വേപ്പറാണ്. അതാണ് ഇവിടെ ഇൻലെറ്റ്. ഓക്കെ, അടുത്ത ഇൻലെറ്റ് ഓഫ് ദി കംപ്രസർ എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെഫ്രിജറൻ്റ് വിൽ ബി ലോ പ്രഷർ, ലോ ടെമ്പറേച്ചർ ആൻഡ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് വേപ്പർ ആയിരിക്കും അല്ലേ. ഇറ്റ് ഈസ് എൻറ്റർഡ് ഇൻ ടു ദ കംപ്രസറിലോട്ട് എൻ്ററായി നമുക്ക് അതിൻ്റെ ഔട്ട്ലെറ്റ് ഓഫ് ദി കംപ്രസറിൻ്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഹൈ പ്രഷർ അല്ലേ, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഔട്ട്ലെറ്റിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പർ റെഫ്രിജറൻ്റ് ആണ് കിട്ടുന്നത്. ഇത് എന്ത് ചെയ്യും? ദിസ് ഇസ് എൻറ്റർഡ് ഇൻ ടു ദ കണ്ടൻസർ. ഇത് നേരെ എങ്ങോട്ട് പോവും? കണ്ടൻസറിലോട്ട് പോവും. കണ്ടൻസറിൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് കിട്ടുന്നത് അല്ലേ. നമ്മുടെ എന്താണ് കിട്ടുന്നത്? നമ്മുടെ കണ്ടൻസറിൽ കിട്ടുന്നത് ഹൈ എന്താണ്? കണ്ടൻസറിലെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ, പിന്നെ എന്താണ്? ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി വർക്കിംഗ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടൻസേഷൻ നടക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രഷർ എന്താണ്? ഇവിടെ റിമെയിൻ സെയിം ആണ് വരുന്നത്. ടെമ്പറേച്ചർ കുറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും? ലോ ടെമ്പറേച്ചർ കിട്ടും. പിന്നെ ഇവിടുത്തെ ഫേസ് എന്തായി മാറും? ലിക്വിഡായി മാറും. അപ്പോൾ ഈ ഹൈ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് എൻ്റർ ഇൻറ്റു എങ്ങോട്ട് പോവും? ഇത് നേരെ വരും നമ്മുടെ എക്സ്പാൻഷൻ വാൽവിലോട്ട് വരും അല്ലേ. എക്സ്പാൻഷൻ വാൽവ് നമുക്കറിയാം പ്രഷർ എന്താണ്? കുറയും. അതുപോലെ തന്നെ ഔട്ട്ലെറ്റ് ഓഫ് ദി എക്സ്പാൻഷൻ ഡിവൈസ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പ്രഷർ കുറഞ്ഞ് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, എന്താണ് കിട്ടുന്നത്? ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ്. ഈ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡ് റെഫ്രിജറൻ്റ് നമ്മുടെ ഇവാപ്പറേറ്ററിൽ എൻ്റർ ആയിട്ട് അത് ഹീറ്റിനെ അബ്സോർവ് ചെയ്ത് എന്ത് സബ്സ്റ്റൻസ് ആണോ കൂൾ ചെയ്യുന്നത് ആ ഹീറ്റിനെ അബ്സോർവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും? ആഫ്റ്റർ ഇവാപ്പറേറ്റർ വി ഗെറ്റ് നമുക്ക് എന്ത് കിട്ടും? ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റ് നമുക്ക് കിട്ടും. അങ്ങനെ ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ ജസ്റ്റ് ഇത് വർക്കിംഗ് ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞതാണ്. ഈ വർക്കിംഗ് വെച്ച് നമുക്ക് എന്ത് പ്ലോട്ട് ചെയ്യണം? വി ഹാവ് ടു പ്ലോട്ട് PH സൈക്കിൾ, TS സൈക്കിൾ, അതുപോലെ PV ഡയഗ്രാം, അങ്ങനെ കുറച്ച് ഡയഗ്രാംസ് നമുക്ക് പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയഗ്രാത്തിലോട്ട് പോകാം. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരച്ചിരുന്ന ഡയഗ്രാം നമ്മളെ TS ഡയഗ്രാമാണ്. TS എന്ന് പറയുമ്പോൾ T ഫോർ ടെമ്പറേച്ചർ, S ഫോർ എൻട്രോപ്പി. ഓക്കെ, S എന്ന് പറയുമ്പോൾ എൻട്രോപ്പിയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കോമൺ നോക്കിയിട്ട് നമ്മുടെ വേപ്പർ കംപ്രഷൻ്റെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മുടെ കോമൺ നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു സാച്ചുറേറ്റഡ് കേർവ് ആണ്. ഇത് കണ്ടോ, ഈ റെഡിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് ഒരു സാച്ചുറേറ്റഡ് ആണ്. ഓക്കെ, സാച്ചുറേറ്റഡ് കേർവ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ലെഫ്റ്റിൽ ഇവിടെ ഫേസ് ചേഞ്ച് സാച്ചുറേറ്റഡ് കേർവാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് വേപ്പറാണ്. ഇവിടെ സാച്ചുറേറ്റഡ് വേപ്പർ, ഇത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ഈ സൈഡ്. ഓക്കെ, ലെഫ്റ്റ് ഓഫ് സാച്ചുറേറ്റഡ് കേർവ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ലിക്വിഡും, അതുപോലെ റൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വേപ്പറും ആയിരിക്കും. അതിൻ്റെ മിഡിൽ വരുന്നത് നടുക്ക് വരുന്നത് ലിക്വിഡ് പ്ലസ് വേപ്പർ ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ സാച്ചുറേഷൻ കേർവിൽ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫ്ലൂയിഡ് ഈസ് ലിക്വിഡ് പ്ലസ് വേപ്പർ ആയിരിക്കും നടുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഡയഗ്രാം വരുന്നത്. നമുക്കിനി നമ്മുടെ കോൺസ്റ്റൻറ്റ് പ്രഷർ, നമ്മൾ ഈ TS ഡയഗ്രത്തിൻ്റെ അകത്ത് കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾ ആദ്യം നോക്കുക, ഈ താഴത്തെ ഭാഗം നോക്കുക കേട്ടോ. ഈ താഴത്തെ ലൈൻ നോക്കൂ.
ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ താഴത്തെ ലൈൻ നോക്കാം. ഇവിടെ എന്താണ്, കൺസിഡർ ദി പ്രോസസ് 1 to 2. ഇത് കാണാമല്ലോ നിങ്ങൾക്ക്, 1 to 2. ഇവിടെ ഇതാണ് 1, ഓക്കെ, ഇത് 2, ഈ ഒരു ലൈൻ. 1 to 2 എന്താ നടക്കുന്നത്? 1 നടക്കുന്ന എന്ത് പ്രോസസ്സാണ്? ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലൂയിഡ്, നമ്മൾ നേരത്തെ വർക്കിങ്ങിൽ പഠിച്ചു അല്ലേ, ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലൂയിഡ് ഡിക്രീസ് ആവുകയാണ് ടിൽ ദ പോയിൻറ്റ് 2. ഓക്കെ, 2 വരെ ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലൂയിഡ് കുറയാണ്. നമുക്ക് വിൽ ഗെറ്റ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റ് ആണ്? വേപ്പർ സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടുന്ന വേപ്പർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഫ്രം 2 to 3 നമുക്കിവിടെ എന്താണ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇവിടെ എന്ത് നടക്കുകയാണ്? 2 to 3 ഈ സ്ഥലത്ത് നടക്കുകയാണ് ഫേസ് ചേഞ്ച് നടക്കുകയാണ്. അറ്റ് പോയിൻറ്റ് 2 വെച്ച് നമ്മൾ ഫ്ലൂയിഡ് ഏതാണ്? വേപ്പർ സ്റ്റേറ്റിലായിരുന്നു. അത് എങ്ങോട്ട് കൺവേർട്ട് ആവും? ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ആവും. സോ അറ്റ് പോയിൻറ്റ് 3, ഇത് കണ്ടോ, ഈ പോയിൻറ്റ് 3 വെച്ച് എന്താ നടക്കുന്നത്? നമുക്ക് കിട്ടുന്ന ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോയിൻറ്റ് 3 വേപ്പർ സ്റ്റേറ്റ് ഒന്നുമില്ല, നോ വേപ്പർ. അപ്പോൾ വീണ്ടും ഫർദർ കൂളിംഗ് ഓഫ് ദി ഫ്ലൂയിഡ്, ദ പോയിൻറ്റ് 4 എന്തായി മാറും? ഒരു സബ് കൂൾഡ് റീജിയനായി മാറും. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ഈ താഴത്തെ കേർവിൽ ഞാൻ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ അപ്പർ കേർവ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വരച്ചിട്ടുള്ളത്. 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. 1 കണ്ടല്ലോ, 1, ഇവിടുത്തെ 1, ഇത് 1, 2, 3, 4. മുകളിലത്തെ കേർവ് നോക്കൂ. കൺസിഡർ ദി പ്രോസസ് 1 to 2. അപ്പോൾ ഇവിടെ 1 to 2 എന്താണ്? ഹിയർ ദ ടെമ്പറേച്ചർ ഓഫ് ദി ഫ്ലൂയിഡ് ഇൻക്രീസ് ആയി ഫ്രം 1 to 2 ടിൽ ദ പോയിൻറ്റ് 2. ദ സ്റ്റേറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫോർ ദ പ്രോസസ് 2 to 3 ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അതിന് കാണിച്ചിട്ടുള്ളത് 2 to 3 ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അറ്റ് പോയിൻറ്റ് 2 ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് ആണ്. അത് എന്തിലോട്ട് കൺവേർട്ട് ആവും? വേപ്പറിലോട്ട് കൺവേർട്ട് ആവും. അറ്റ് പോയിൻറ്റ് 3 വെച്ച് നമുക്ക് കിട്ടുന്ന ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ വേപ്പർ ആയിരിക്കും. ആൻഡ് ദർ ഇസ് നോ ലിക്വിഡ് പാർട്ടിക്കിൾ അറ്റ് പോയിൻറ്റ് 3 ലിക്വിഡ് പാർട്ടിക്കിൾ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ഫർദർ ഇൻക്രീസ് ടെമ്പറേച്ചർ എന്തായി മാറും? വേപ്പർ കിട്ടും. വി ഗെറ്റ് വേപ്പർ ഇൻ സൂപ്പർ ഹീറ്റഡ് ഫോമിൽ വേപ്പർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് TS, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഓക്കെ, നമുക്കിനി നമ്മുടെ VCR സൈക്കിളിലോട്ട് പോകാം. ഈ ഒരു ഫിഗർ നോക്കൂ. നമ്മൾ ലെറ്റസ് കൺസിഡർ അവർ ഇതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളിത് മനസ്സിൽ വെച്ചിരിക്കുക. ഇനി നമ്മുടെ VCR സൈക്കിളിലോട്ട് പോവാം. ഓക്കെ, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിലോട്ട് പോവാം. ഈ ഒരു ഫിഗർ നോക്കൂ. ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൽ ഈ ഒരു ഫിഗർ കണ്ടോ? ഇവിടെ എന്താണ്? 1 to 2 ഫിഗർ നോക്കൂ. 1 to 2. ഓക്കെ, 1 to 2 എന്താ നടക്കുന്നത്? കംപ്രഷൻ പ്രോസസ്സാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് ഈസ് ഇവിടെ എന്ന് പറയുന്നത് കംപ്രഷൻ പ്രോസസ്സാണ്. നമ്മൾ ഐസെൻട്രോപ്പിക് പ്രോസസ്സ് എന്നൊക്കെ പറയും. ലേറ്റസ്റ്റ് നമുക്കൊരു സ്റ്റാൻഡേർഡ് VCR കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കംപ്രഷൻ്റെ എൻഡിൽ നമുക്ക് കിട്ടുന്ന സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 1 to 2 ഈ ഒരു ഡയഗ്രാം കണ്ടോ? ഈ 1 to 2 നമുക്ക് എന്താണ്? ഇവിടുത്തെ എൻട്രോപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അറ്റ് 1 to 2 എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആണ്. അറ്റ് 2 നമുക്ക് എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. നമ്മൾ വർക്കിങ്ങിൽ ഓൾറെഡി പഠിച്ചു അല്ലേ? അറ്റ് 2 കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഓക്കെ, അറ്റ് 2 to 3 നമ്മൾ സ്റ്റാൻഡേർഡ് VCR സ്റ്റാൻഡേർഡ് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേറ്റർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഔട്ട്പുട്ട് ഓഫ് ദി കംപ്രസർ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും അല്ലേ? ഔട്ട്പുട്ട് ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, അപ്പം അറ്റ് 2 to 3 നമുക്ക് ഇത് കണ്ടല്ലോ, ഫിഗർ കണ്ടല്ലോ. അറ്റ് 2 to 3 നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഓഫ് ദി കംപ്രസർ എന്ന് പറയുമ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആണ്. നമുക്കിനി അടുത്ത് കിടക്കുന്ന പ്രോസസ്സ് എന്താണ്? എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഈ ഡയഗ്രാം കണ്ടോ? താഴോട്ട് വരുന്നതോ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. സബ് കൂളിംഗ് ആണ്. 3 വെച്ച് സബ് കൂളിംഗ് ആണ്. എക്സ്പാൻഷൻ പ്രോസസ്സാണ് 3 to 4. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ആണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി ആണ്. ആൻഡ് 4 to 1 ഇവിടെ നടക്കുകയാണ്. നമ്മൾ നേരെ കോൺസ്റ്റൻറ്റ് പ്രഷറിലോട്ട് പോയി. ഇവാപ്രേഷൻ സ്റ്റേറ്റ് അല്ലേ? ഇവാപ്രേഷൻ സ്റ്റേറ്റിലോട്ട് പോയി കോൺസ്റ്റൻറ്റ് പ്രഷർ. ഓക്കെ, വീണ്ടും ദാറ്റ് പ്രോസസ്സ് കണ്ടിന്യൂസ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ 1 വെച്ച് സൂപ്പർ ഹീറ്റ് ആവുന്നു. കംപ്രഷൻ, സബ് കൂളിംഗ്, എക്സ്പാൻഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് പ്രഷറിൻ്റെ പഠിക്കാനുണ്ട്. പ്രഷറിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രഷർ വോളിയം ഡയഗ്രാം പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ടെമ്പറേച്ചർ ഓൺ Y ആക്സിസും എൻട്രോപ്പി ഓൺ ദി X ആക്സിസ് ആണ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്ന എന്താണ്? ഫോർ അനലൈസിങ് ദ ഹീറ്റ് ട്രാൻസ്ഫർ പ്രോസസ് ദ സൈക്കിളാണ്. കംപ്രഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കേർവ്ഡ് ലൈൻ അപ്വേർഡ്സ് ആണ് ആൻഡ് ടു ദി റൈറ്റ്. കണ്ടൻസേഷൻ ആണെങ്കിൽ ഹൊറിസോണൽ ലൈൻ ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. എക്സ്പാൻഷൻ കേർവ്ഡ് ലൈൻ ഡൗൺവേർഡ്സ് ആൻഡ് ടു ദ ലെഫ്റ്റ്. ഇവാപ്രേഷൻ ഹൊറിസോണൽ ലൈൻ ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രഷർ എൻട്രോപ്പി ഡയഗ്രാം കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം
മെയിൻലി പ്രഷർ ഓൺ ദി എക്സ് ആക്സിസും എൻതാൽപ്പി ഓൺ ദി വൈ ആക്സിസും. നമുക്ക് ബേസിക് ആയിട്ടുള്ളത് ഡയഗ്രാം നമ്മൾ പഠിക്കാനുണ്ട്. ബേസിക് ഡയഗ്രാം പഠിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് വേപ്പർ കംപ്രഷൻ സൈക്കിളിൻ്റെ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൻ്റെ pH ഡയഗ്രാം നോക്കാം. ബേസിക് ഡയഗ്രാം നോക്കാം, നേരത്തെ പോലെ ബേസിക് ഡയഗ്രാം പഠിച്ചിട്ട് ഇതിലോട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ കോമൺലി ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫോർ നമ്മുടെ പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫോർ ദി ഈസ് ഇൻ ഡിറ്റർമിൻ ദ എൻതാൽപ്പി വാല്യൂസ് അറ്റ് വേരിയസ് പോയിന്റ് ഇൻ ദ സൈക്കിൾ. ഇതിൽ ഇതുപോലെ തന്നെ കംപ്രഷനും കണ്ടൻസേഷനും എക്സ്പാൻഷനും ഇവാപ്രേഷനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം നമുക്ക് ജസ്റ്റ് ഡ്രോ ചെയ്യാം. ഇവിടെ നമ്മൾ ബേസിക്കലും പ്രഷർ എൻതാൽപ്പി H ഫോർ എൻതാൽപ്പി ആണ് ഇവിടെ വരുന്നതും അതുപോലെ തന്നെയാണ്, നേരത്തെ പോലെ തന്നെ. ഇത് നടുക്കത്തെ ക്രിട്ടിക്കൽ പോയിൻറ്റ്. ഓക്കെ, ഇത് നമ്മുടെ വേപ്പർ സ്റ്റേറ്റ്, ഈ സൈഡിൽ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിൽ ഓരോ പ്രോസസ്സ് 1 2 നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നടുക്ക് വരുമ്പോൾ ലിക്വിഡ് പ്ലസ് വേപ്പർ വരും. കറക്റ്റ് നമ്മൾ നേരത്തെ പ്രോസസ്സ് ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രഷറിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വേപ്പർ കംപ്രഷൻ സൈക്കിൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാം. വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൻ്റെ പ്രഷർ എൻതാൽപ്പി ഡയഗ്രാം നോക്കാം. ഇവിടെ എന്താണ് 1 to 2, ഇത് കണ്ടോ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ ഫ്രം 1 to 2. ഈ ഒരു ഫിഗർ ഉണ്ടോ 1 to 2. ഇവിടെ എന്ത് നടക്കുന്നത്? കംപ്രഷൻ പ്രോസസ്സാണ്, ദാറ്റ് ഈസ് ഐസെൻട്രോപ്പിക് പ്രോസസ്സാണ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് VCR നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് ദി എൻഡ് ഓഫ് ദി കംപ്രഷറിൽ നമുക്ക് കിട്ടുന്നത് സാച്ചുറേറ്റഡ് വേപ്പർ ആയിരിക്കും. ഓക്കെ, ഇവിടെ 1 to 2 നമ്മുടെ എൻതാൽപ്പി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അറ്റ് 1 to 2 നമ്മുടെ കംപ്രഷൻ പ്രോസസ്സാണ്. അറ്റ് പോയിൻറ്റ് 1 നടക്കുന്ന എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് VCR എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. 1 to 2 ഇവിടെ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി പ്രോസസ്സായിരിക്കും. അതുപോലെ തന്നെ 2 to 3 ഇവിടെ നടക്കുന്ന എന്താണ്? കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് VCR എടുക്കുകയാണെങ്കിൽ അറ്റ് പോയിൻറ്റ് 3 ഇവിടെ എന്ത് നടക്കുക? പോയിൻറ്റ് 3 സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും. ആ ലിക്വിഡ് ലൈനാണ് കാണിക്കുന്നത്. 3 to 4 എക്സ്പാൻഷൻ നടക്കുകയാണ്, എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഇവിടെ നമ്മുടെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് വെർട്ടിക്കലാണ് നമ്മുടെ വെർട്ടിക്കൽ ലൈൻ കിട്ടുന്നത്. 3 to 4 കണ്ടോ വെർട്ടിക്കൽ ലൈൻ കിട്ടുന്നത്. അറ്റ് 4 to 1 കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, അത് നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വർക്കിംഗ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വെച്ച് നമ്മൾ ഈ ഡയഗ്രാംസ് വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റില്ല. കംപ്രഷനിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? pH ഡയഗ്രാം വെർട്ടിക്കൽ ലൈൻ അപ്വേർഡ്സ് കിട്ടും. കണ്ടൻസേഷൻ ആണെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ടുവേർഡ്സ് ലെഫ്റ്റ്, എക്സ്പാൻഷനിൽ വെർട്ടിക്കൽ ലൈൻ ഡൗൺവേർഡ്സ്, ഇവാപ്രേഷനിൽ ഹൊറിസോണ്ടൽ ലൈൻ ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ pH ഡയഗ്രാമും അതുപോലെ തന്നെ നമ്മുടെ TS ഡയഗ്രാമും പഠിക്കാനുള്ള വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ. അപ്പോൾ ഇതിൽ എപ്പോഴും ചോദിക്കാറുണ്ട് COPയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ഇത് റിലേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസും പ്രഷർ വോളിയം ഡയഗ്രാം ഉണ്ട്. നിങ്ങളുടെ സിലബസ് ഇതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി പഠിക്കൂ. ഓക്കെ, പ്രോബ്ലംസ് COP വെച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് അനുസരിച്ച് പ്രോബ്ലംസ് ചോദിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്